ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലും നമുക്കിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എന്തെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കി തരുമെന്ന്. അപ്പോൾ അമ്മ ചോദിച്ചു, ഇവിടെ ചോറും കറിയും ഉണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഇവിടെ ഉള്ള സാധനം വെച്ച് നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി സാധനം ഉണ്ടാക്കിയാലോ. അപ്പോൾ അമ്മ പറഞ്ഞു, വേഗം ചെന്ന് ഈ മുടിയൊക്കെ ചീകി കോതി കെട്ടിച്ച് വരാം. അപ്പം നിങ്ങൾ എൻ്റെ മുടി കണ്ടില്ലേ, ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് പോലെ ഇരിക്കുന്നത്. സ്ട്രെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അതിൻ്റെ സീക്രട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ വേഗം മുടിയൊക്കെ കെട്ടിയിട്ട് നമ്മളിപ്പോൾ സാധനം ഉണ്ടാക്കുമ്പോൾ ഇത് സംഭവം എന്നിട്ട് സിമ്പിളായിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ പോവാം. നെയ്യപ്പത്തിന് വേണ്ടി അമ്മ ഗോതമ്പൊടിയൊക്കെ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിച്ച്, കാരണം അതിലുള്ള എന്തെങ്കിലുമൊക്കെ തരിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അരിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇടണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പൊടിയാണെങ്കിലും പൊടി കൂട്ടും തോറും ഉപ്പും കൂട്ടണം. ഉപ്പ് അധികം ഇട്ട് നിങ്ങൾ കുളമാക്കരുത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. അതായത് ഒരു സെമി വാട്ടർ പോലെ ചേർക്കണം. നമ്മൾ ഈ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഇതുണ്ടാക്കാൻ സാധിക്കുക. അതായത് എന്താണ് അതിൻ്റെ പേരെന്താ, ഉയ്യോ മറന്നുപോയേ, നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾക്ക് പഞ്ചസാര ഇവിടെ ഏറെ ഉണ്ടാവണം, അതാണ് ഞങ്ങൾ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. പിന്നെ വേഗം ചെന്ന് അടുപ്പൊക്കെ കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ പാത്രമൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം വെക്കാം കേട്ടോ. അത് സൈസ് കൂടുതലുള്ള പാത്രം വെക്കാം, കുറവുള്ള പാത്രം എടുക്കാം. അതിൻ്റെ ഉള്ളിൽ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് ചെറിയൊരു കളറിനാണ് മഞ്ഞൾപ്പൊടി, ഈ വേണമെങ്കിൽ ഓപ്ഷനിലാണ്, പക്ഷെ മഞ്ഞൾപ്പൊടി ഇടുമ്പോഴാണ് ഒരു യെല്ലോ കളർ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് വേഗം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത്. പക്ഷെ ആദ്യത്തേൽ നമുക്ക് കുറച്ച് പണി പാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ടപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം തിരിച്ചിട്ടപ്പോൾ ഭയങ്കര അതായത് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഞുള്ളി പിറകി തിന്നാൻ നോക്കിയപ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അനിയനും കഴിച്ചു, അവന് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നതാണ്. അപ്പോൾ അവനും കഴിച്ചു, ഞാനും കുറച്ച് കഴിച്ചു. ഓക്കെ, പക്ഷെ ഞാൻ കഴിച്ചു കണ്ടോ, കുറച്ചെടുത്ത് കഴിച്ചുള്ളൂ. അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഹൃദയം തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.